ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പിരിച്വൽ ക്യാപ്സ്യൂൾ തരാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ത്രിത്വിക സ്തുതി ജപമാലയെ പറ്റിയിട്ടാണ്. അപ്പം ഇത് ചിലപ്പോൾ കുറച്ചുപേർക്കെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും, ചിലപ്പോൾ കുറച്ചുപേരെങ്കിലും ചെയ്യുന്നവരായിരിക്കാം. സോ ഇന്ന് നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അനുജ് മേരി, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനലിൽ കുക്കിംഗ് വ്ലോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ലോഗ്സ് ഇടാറുണ്ട്, സ്പിരിച്വൽ ടോപ്പിക്സ് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ട് ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ട് അവരുടെ മെസ്സേജും കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനും ഒക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ത്രിത്വിക സ്തുതി ജപമാലയെ പറ്റിയിട്ടാണ്. ത്രിത്വിക സ്തുതി ജപമാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രിത്വിക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ചൊല്ലുന്ന ജപമാലയാണ്. നമുക്ക് അല്ലാത്ത ജപമാല എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രിത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി ചേർന്ന ജപമാലയാണ്. അതുകൊണ്ടാണ് ഇതിനെ ത്രിത്വിക സ്തുതി ജപമാല എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചൊല്ലുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് നന്നായിട്ടുണ്ട്, ഇപ്പം വീട് വെക്കാൻ ഭയങ്കര തടസ്സം, മക്കൾ മദ്യപാനികളാണ്, അല്ലെങ്കിൽ ദുശ്ശീലങ്ങളുള്ള മക്കള്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവർക്കും തന്നെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ആദ്യം ജപമാല എടുക്കുക. അപ്പൊ ഇതാണ് ജപമാല. ജപമാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊന്തയാണ് കേട്ടോ. അപ്പൊ അറിയാത്തവർക്ക് ഞാൻ പറയുവാണ്. അപ്പൊ ഈ ജപമാല എടുക്കുക. ഇതിൽ നമുക്ക് 10 മണികളുണ്ട്, പിന്നെ 1 മണിയുണ്ട്, പിന്നെ 10 മണികളുണ്ട്, പിന്നെ 1 മണിയുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് 10 മണിയുടെ 5 സെറ്റ് ആണ് വരുന്നത്. ഇവിടെ 1, 2, 3, 4, 5 അങ്ങനെ 10 മണിയുടെ 5 സെറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് ചൊല്ലേണ്ട എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ. ഇതാണ് പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ ഈ ഒരു 10 മണികളിൽ ഓരോന്നിലും അത് ചൊല്ലണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ. അങ്ങനെ ഈ ഒരു 10 എണ്ണത്തിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം വരുന്ന ഈ ഒരു ഒറ്റ മുദ്ദില്ലേ, ആ ഒറ്റ മുദ്ദിൽ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി എന്റെ മേൽ ആഞ്ഞടിക്കണമേ. ഇപ്പൊ നമ്മുടെ ലൈഫിലാണ് പ്രശ്നമെങ്കിൽ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി എന്റെ മേൽ ആഞ്ഞടിക്കണമേ. മക്കൾക്കാണ് പ്രശ്നമെങ്കിൽ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി എന്റെ മക്കളുടെ മേൽ ആഞ്ഞടിക്കണമേ. ഇനി വീട് പണിക്കാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി എന്റെ സാഹചര്യങ്ങളുടെ മേൽ ആഞ്ഞടിക്കണമേ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഏതാണ് പ്രശ്നമുള്ള കാര്യം ആ പ്രശ്നത്തിന്റെ മേൽ ആഞ്ഞടിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി എന്താണ് സാഹചര്യം ആ സാഹചര്യത്തിന്റെ മേൽ ആഞ്ഞടിക്കുക എന്ന് പ്രാർത്ഥിക്കുക. ഇത് നല്ല പവർഫുൾ ആണ്. ഞാൻ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ എല്ലാവർക്കും തന്നെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്. അപ്പൊ 10 എണ്ണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങനെ 10 എണ്ണം ചൊല്ലുക. അതിനുശേഷം ഒറ്റ മണിയിൽ ഈ പരിശുദ്ധമായ പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം വീണ്ടും ഈ വരുന്ന ഈ 10 മണികളിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുക. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധമാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങനെ വീണ്ടും 10 എണ്ണം, പിന്നെ ഒറ്റ മണിയിൽ പരിശുദ്ധമായ പ്രാർത്ഥന ചൊല്ലുക. അങ്ങനെ നമ്മൾ ഈ ഒരു കൊന്ത, അതായത് ഈ 10 മണികളുടെ 5 സെറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സെറ്റും കൂടെ ചെയ്യുക. അങ്ങനെ 2 സെറ്റ് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് തുടങ്ങി പിന്നെ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഈ 2 സെറ്റ് ചൊല്ലിയതിനു ശേഷം നമ്മൾ ഒരു തവണ കൂടെ ചൊല്ലണം. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധമാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അതിനുശേഷം പരിശുദ്ധമായ പ്രാർത്ഥന. അങ്ങനെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഇങ്ങനെ 2 സെറ്റ് റൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു തവണ കൂടെ ചെയ്യുമ്പോൾ 101 തവണയാവും. അങ്ങനെ 101 തവണയാണ് ഇത് ചൊല്ലേണ്ടത്. അപ്പൊ ഇത് ചൊല്ലേണ്ടത് 33 ദിവസത്തേക്കാണ്. അപ്പൊ ഇത് മുടങ്ങാണ്ട് ചൊല്ലണം. അതുപോലെ തന്നെ 33 ദിവസം കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചിട്ട് ഡ്രോപ്പ് ചെയ്യരുത്, പിന്നെ കണ്ടിന്യൂ ചെയ്യുക. അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങളും സാക്ഷികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതാണ് ത്രിത്വിക സ്തുതി ജപമാല. അപ്പൊ അറിയാത്തവർ എന്തായാലും ഇനി ചൊല്ലി തുടങ്ങുക, അറിയുന്നവര് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഇത് നല്ല പവർഫുൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ ദൈവാനുഭവത്തിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടും ഇത് ചൊല്ലിക്കഴിയുമ്പോൾ. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പ്രയർ റിക്വസ്റ്റ് തരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ റിപ്ലൈ ഞാൻ പറഞ്ഞല്ലോ ഡിലേ ആവാനുള്ള റീസൺ ഒരുപാട് കാര്യങ്ങളുടെ തിരക്കായതുകൊണ്ടാണ്. ഞാൻ മാക്സിമം ടൈം കിട്ടുന്ന പോലെ റിപ്ലൈ തരും. അപ്പൊ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാൻ. ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുമായിരിക്കും, എന്നിരുന്നാലും ഞാൻ റിപ്ലൈ തരും. കുറെ കാര്യങ്ങളിൽ തിരക്കായതുകൊണ്ടാണ് റിപ്ലൈ ലേറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം കുഞ്ഞുവാവയുണ്ട്, വീട്ടിലെ സാഹചര്യം ഒക്കെ ആയിട്ട് നമ്മൾ ബിസി ആയതുകൊണ്ടാണ് റിപ്ലൈ ലേറ്റ് ആവുന്നത്. എങ്കിലും ഞാൻ മാക്സിമം ടൈം കിട്ടുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. അപ്പൊ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ട് ബെല്ലൈക്കൺ ടാപ്പ് ചെയ്ത് അടിച്ചു പിടിക്കുക.
പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.